ഹലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. അതിൻ്റെ ഫോർത്ത് സെമ്മിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ന്യൂറൽ ആൻഡ് ഹോർമോണൽ കൺട്രോൾ ഓഫ് ഫുഡ് ഇൻടേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ന്യൂറൽ കൺട്രോൾ ഓഫ് ഫുഡ് ഇൻടേക്കാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമുക്ക് വിശപ്പ് തോന്നുമ്പോഴാണ്. ഈറ്റ് ഫുഡ് വെൻ വി ആർ ഹംഗ്രി. നമ്മൾക്ക് ഹങ്കർ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ദെൻ നമ്മൾ ഫുഡ് വിശപ്പ് തോന്നുമ്പോൾ നമ്മൾ ഫുഡ് സെലക്ട് ദി ഫുഡ് ഓഫ് അവർ ഇൻട്രസ്റ്റസ്. നമ്മളെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മളെ ഇൻട്രസ്റ്റ് എന്താണോ, നമ്മളെ വിശപ്പ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അല്ലേ. നമ്മൾക്ക് ഹങ്കർ ഫീൽ ചെയ്ത് കഴിഞ്ഞ് ഉടനെ നമ്മൾ സെലക്ട് ചെയ്യും ഫുഡ് ഏത് ഫുഡ് നമ്മൾ കഴിക്കണം. അപ്പോൾ നമ്മളെ ഇൻട്രസ്റ്റും നമ്മളെ അപ്പറ്റൈറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് സെലക്ട് ചെയ്യും. ദെൻ ദ സെൻസേഷൻ ഓഫ് ദി ഹങ്കർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ craving for food and several physiological effects such as rhythmical contraction of stomach and restlessness which causes person to search for adequate food supply. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഫുഡ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നത് അതിന് കാരണം നമ്മളെ സ്റ്റൊമക്കിലുള്ള റിതമിക്കൽ കോൺട്രാക്ഷൻസ് ആൻഡ് റെസ്റ്റ്ലെസ്നെസ് ഒക്കെ കാരണമാണ് നമുക്ക് അപ്പറ്റൈറ്റ് ഫീൽ ചെയ്യുന്നത്. ദെൻ അപ്പറ്റൈറ്റ് ഈസ് എ ഡിസയർ ഫോർ ഫുഡ് ദെൻ കോസ് ഫോർ ഫുഡ്. അതായത് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഹങ്കർ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡിന് വേണ്ടി അന്വേഷിക്കും. ദെൻ ചൂസ് ദ ക്വാളിറ്റി ഓഫ് ദി ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനത്തെ ഫുഡ് വേണം, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടായിരിക്കണം, അതൊക്കെ നമ്മളെ ഇൻട്രസ്റ്റ് അനുസരിച്ചും നമ്മളെ വിശപ്പിനനുസരിച്ചും നമ്മൾ ചൂസ് ചെയ്യും. ദെൻ ഈറ്റ് ഫുഡ് സക്സസ്ഫുള്ളി ദെൻ ഫീൽ ഓഫ് സെറ്റൈറ്റി ഒക്കേഴ്സ്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എൻ്റെ വിശപ്പ് മതിയായി, നമുക്ക് വയറ് നിറഞ്ഞു, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ലേ, അതിനാണ് സെറ്റൈറ്റി എന്ന് പറയുന്നത്. ആ സെറ്റൈറ്റ് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് നിർത്തുന്നത്. ഈ സെറ്റൈറ്റ് ഫീൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ നിർത്താതെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ appetite and satiety influenced by environmental and cultural factors as well as physiological factor. അതിനു വേണ്ടിയിട്ട് നമ്മളെ ബോഡിയിൽ, നമ്മളെ ബ്രെയിനിൽ ഒരുപാട് പാർട്സ് ഉണ്ട്. എസ്പെഷ്യലി ഇൻ ദി ഹൈപ്പോതലാമസ്. Hypothalamus contains hunger and satiety centers. Several neuronal centers of hypothalamus participate in the control of the food intake. ഹൈപ്പോതലാമസിൽ നമ്മളെ ഫുഡ് ഇൻടേക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്, സെൻറ്റേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ലാറ്ററൽ ന്യൂക്ലിയൈ ഓഫ് ഹൈപ്പോതലാമസ് ആൻഡ് അങ്ങനെ രണ്ട് സെൻറ്റേഴ്സാണ് ഇവിടെ പറയുന്നത്. അടുത്തത് എൻഡ്രോമീഡിയൽ ന്യൂക്ലിയൈ ഓഫ് ഹൈപ്പോതലാമസ്. ആദ്യം നമുക്ക് ലാറ്ററൽ ന്യൂക്ലിയൈ ഓഫ് ഹൈപ്പോതലാമസിനെ കുറിച്ച് പറയാം. ഇറ്റ് സെർവ് ആസ് എ ഫീഡിംഗ് സെൻറ്റർ. ഇത് ഫീഡിംഗ് സെൻറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഫീഡിംഗ് സെൻറ്റർ എന്ന് പറയുന്നുണ്ട്. ദെൻ ഈ സെൻറ്റേഴ്സിന് വല്ല ഡിസ്ട്രാക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആനിമൽ ടു ഈറ്റ് വൊറാഷ്യസ്ലി, ഒരു കൺട്രോളും ഇല്ലാതെ കൂടുതലായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഹൈപ്പർഫാജിയ എന്ന് പറയുന്നത്. ഡിസ്ട്രാക്ഷൻസ് ഓഫ് ദി ലാറ്ററൽ ന്യൂക്ലിയൈ ഓഫ് എ ഹൈപ്പോതലാമസ് കോസസ് ലാക്ക് ഓഫ് ദി ഡിസയർ ഫോർ ഫുഡ്. അതായത് നമുക്ക് ഫുഡിന് ആ ഡിസയർ വരുന്നില്ല, നമ്മൾക്ക് വിശപ്പ് അനുഭവപ്പെടുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഫീൽ ചെയ്യും എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ലാറ്ററൽ ന്യൂക്ലിയർക്ക് സംഭവിച്ചാൽ. അപ്പോൾ ആ ഒരു പ്രതിഭാസം, ആ ഒരു സംഭവം അത് ലീഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ പ്രോഗ്രസീവ് ഇന്നാനിഷൻ, അതായത് ഒരു വിശപ്പില്ലാത്ത അവസ്ഥ, നമ്മളൊന്നും കഴിക്കാത്ത അവസ്ഥയായിട്ട് മാറും. അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വെയ്റ്റ് ലോസ് സംഭവിക്കും, മസിൽസൊക്കെ വീക്കാവും, പിന്നെ ഡിക്രീസ്ഡ് മെറ്റബോളിസം കുറയും. അങ്ങനെയൊക്കെ ചില ക്യാരക്ടേഴ്സ്, സിംബൽസൊക്കെയാണ്
സിംറ്റംസ് ആണ് ഉള്ളത്. ദെൻ അടുത്തത് പറയുകയാണെങ്കിൽ വെൻട്രോമീഡിയൽ ന്യൂക്ലിയ ഓഫ് ഹൈപ്പോതലാമസ്. ഇറ്റ് സെർവ് എസ് സെറ്റൈറ്റി സെൻറ്റർ. അപ്പോൾ ഇതിനെ സെറ്റൈറ്റി സെൻറ്റർ, മറ്റേത് ഫീഡിങ് സെൻറ്റർ ആയിരുന്നെങ്കിൽ ഇത് സെറ്റൈറ്റി സെൻറ്റർ. നമ്മൾക്ക് ന്യൂട്രീഷണൽ സാറ്റിസ്ഫാക്ഷനാണ്. നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും, അതാണല്ലോ സെറ്റൈറ്റി, നമുക്ക് ഫുഡ് മതിയാവുന്ന അവസ്ഥ. ആൻഡ് ഇൻഹിബിറ്റ് ദി ഫീഡിങ് സെൻറ്റർ. ലാറ്ററൽ ന്യൂക്ലിയ ഓഫ് ഹൈപ്പോതലാമസും വെൻട്രോമീഡിയൽ ന്യൂക്ലിയ ഓഫ് ഹൈപ്പോതലാമസ്, ഈ രണ്ട് പാർട്സിന് പുറമെ പാരാവെൻട്രിക്കുലാർ ആൻഡ് ഡോസം ഡയൽ എന്നാണ് രണ്ട് പാർട്ട് കൂടി ഇതിൽ പറയുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ആൻഡ് ഇതും റെഗുലേഷൻ ഓഫ് ഫുഡ് ഇൻടേക്കിൽ പ്രധാന റോൾ വഹിക്കുന്ന മറ്റ് രണ്ട് പാർട്സ് കൂടിയാണ്. ലീഷൻ ഇൻ പാരാവെൻട്രിക്കുലാർ. പാരാവെൻട്രിക്കുലാറിന് ലീഷൻ സംഭവിക്കുമ്പോൾ എക്സസീവ് ഈറ്റിംഗ് ആണ് ഉണ്ടാവുന്നത്. പിന്നെ ഡോസംജൈലിന് എന്തെങ്കിലും ലീഷൻസ് സംഭവിക്കുമ്പോൾ ഡിപ്രസ് ഈറ്റിംഗ് ബിഹേവിയർ, ഫുഡ് കഴിക്കുന്നത് കുറയുകയും. അതുപോലെ അക്വേറ്റ് ന്യൂക്ലിയ എന്ന് പറയുന്ന വേറൊരു സൈറ്റ് ഉണ്ട്, സൈറ്റ്സ് ഇൻ ഹൈപ്പോതലാമസ്. ആൻഡ് ഇത് ഹോർമോൺസ് റിലീസ് ചെയ്യാണ് ഫ്രം ദി ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ക്. And adipose tissues coverage to regulate food intake as well as energy expenditure. These centers coordinate the process that control eating behavior and the perception of satiety. ഈ സെൻറ്ററും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് പ്രോസസ് ഓഫ് ദി കൺട്രോൾ ഓഫ് ഈറ്റിംഗ് ബിഹേവിയർ. ഈറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു സെൻറ്ററാണ് ഇത്. സെറ്റൈറ്റി അനുഭവപ്പെടുന്നതും കൂടാതെ ദിസ് ന്യൂക്ലിയ ആൻഡ് ഹൈപ്പോതലാമസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദി സെക്രീഷൻ ഓഫ് സെവറൽ ഹോർമോൺസ് ആൻഡ് ദാറ്റ് റെഗുലേറ്റിംഗ് ദ എനർജി ബാലൻസ് ആൻഡ് മെറ്റബോളിസം. ഈറ്റിംഗ് ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നതിന് പുറമെ ഹോർമോണൽ സെക്രീഷനും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ദാറ്റ് റെഗുലേറ്റിംഗ് ദ എനർജി ബാലൻസ് ആൻഡ് മെറ്റബോളിസം. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മളെ സ്റ്റൊമക്കിലും ബ്രെയിനിലെ ഹൈപ്പോതലാമസിലും ഒക്കെ ആയിട്ട് സംഭവിക്കുന്നത് ഒരു ഫ്ലോ ചാർട്ട് പോലെയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ സ്റ്റൊമക്കിൽ നമുക്ക് ഫുഡ് കഴിക്കുന്നില്ലേ, വിശപ്പ് ഫീൽ ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ സെൻസറി ഇൻഫോർമേഷൻ സ്റ്റൊമക്കിൽ ഫീൽ ചെയ്യും, സെൻസറി. ആൻഡ് ദെൻ കെമിക്കൽ സിഗ്നൽസ് ഫ്രം ദി ബ്ലഡ്. Then hypothalamus received neural signals, then feels satiety, signify the satiety from gastrointestinal hormones, adipose tissues and cerebral cortex. Then hypothalamic feeding and satiety centers have high density of receptors for neurotransmitters and hormones that influence feeding behavior. ഈ ടെക്സ്റ്റിൽ പറയുന്നത് ഹൈപ്പോതലാമസിലെ ഫീഡിങ് സെൻറ്ററായിട്ട് സറ്റൈറ്റി സെൻറ്റർ, അങ്ങനെ രണ്ട് സെൻറ്ററിൽ അതിന് ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ദേ ഹെൽപ്ഫുൾ ഫോർ ഫീഡിങ് ബിഹേവിയർ. ന്യൂറൽ സെൻറ്റേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് മെക്കാനിക്കൽ പ്രോസസ് ഓഫ് ഫീഡിങ്. മെക്കാനിക്കൽ പ്രോസസ് ഓഫ് ഫീഡിങ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ബ്രെയിനിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ബിലോ ദി ഹൈപ്പോതലാമസ് ആൻഡ് എബോ ദി മീസോഫാലം, അവിടെയാണ് ഈ സൈറ്റ് കാണുന്നത്. ബേസിക് മെക്കാനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഫീഡിങ് പ്രോസസ്സ്. നമ്മൾ ഫുഡ് സെലൈവേറ്റ് ചെയ്യുക, ലിപ്സിൻ്റെ മൂവ്മെൻറ്റ്സ്, ഫുഡ് കഴിക്കുമ്പോൾ ലിപ്സ് മൂവ്മെൻറ്റ് ചെയ്യില്ല, നമ്മൾ ചവച്ചതാക്കുന്നില്ലേ അത്. പിന്നെ ജ്യൂസ് രൂപത്തിലാക്കുക, സ്വാലോ ചെയ്യുക, അതൊക്കെ ഇവിടുത്തെ ഈ സൈറ്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, അവിടെ നിന്നുള്ള സിഗ്നൽസ് പ്രകാരമാണ്. Actual feeding mechanisms are controlled by the centers in the brainstem. Neural centers higher than the hypothalamus also play important roles in the control of feeding, particularly in the control of appetite. These centers include the amygdala and prefrontal cortex. നേരത്തെ പറയില്ലേ, ഹൈപ്പോതലാമസിൻ്റെ താഴെയായിട്ട് എബോദി മീസോഫാലനായിട്ട് കാണുന്ന അമിഗ്ഡാല, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് പോലെയുള്ള സെൻറ്റേഴ്സാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മെക്കാനിക്കൽ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്.
ദെൻ ഈ അമിഗ്ഡാലയ്ക്ക് എന്തെങ്കിലും ഡിസ്ട്രക്റ്റീവ് ലീഷൻസ് സംഭവിക്കുമ്പോൾ അതിലുള്ള ചില ഏരിയാസ്, സം ഏരിയാസ് ഇൻക്രീസസ് ഫീഡിങ് ആൻഡ് അതർ മറ്റ് ചില ഏരിയാസ് ഇൻഹിബിറ്റ് ഫീഡിങ്. ചില ഏരിയാസിൽ ഇൻക്രീസ് ആയിരിക്കും, ഫുഡ് കഴിക്കുന്നത് കൂടുകയും ചെയ്യും, ചില ഭാഗങ്ങളിൽ ഇൻഹിബിറ്റ് ചെയ്യും, തടയുകയാണ് ചെയ്യുന്നത് ഫുഡ് ഇൻടേക്കിന്. ആൻഡ് ഡിസ്ട്രക്ഷൻ ഇൻ ബോത്ത് സൈഡ് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനിൻ്റെ രണ്ട് സൈഡിലും ഡിസ്ട്രക്ഷൻസ് സംഭവിക്കുന്ന അതിനെയാണ് സൈക്കിക് ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്നത്. അത് മാർക്ക് ചെയ്തോളൂ, സൈക്കിക് ബ്ലൈൻഡ്നെസ്. അപ്പോൾ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് റോൾ ഓഫ് ഹോർമോൺസ് ഇൻ ഫുഡ് ഇൻടേക്ക്. അതിൽ ഫസ്റ്റ് വണ് കോളിസിസ്റ്റോക്കിനിൻ. ഇറ്റ്സ് എ പെപ്റ്റൈഡ് ഹോർമോൺ ഓഫ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ. It is released mainly in response to fat entering the duodenum. അതായത് ഡയോഡിനത്തിലേക്ക് ഫാറ്റ് എൻറ്റർ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. ദെൻ CCK മെയിൻലി ഡിക്രീസസ് ഫീഡിങ്. CCK may decrease feeding by activation of melanocortin pathway in hypothalamus. CCK എന്ന് പറയുന്നത് കോളിസിസ്റ്റോക്കിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നു. CCK ഫീഡിങ്ങിനെ ഡിക്രീസ് ചെയ്യും ബൈ ആക്ടിവേഷൻ ഓഫ് melanocortin pathway in hypothalamus. Then second one, peptide YY. Peptide YY secreted from entire gastrointestinal tract and it stimulates hypothalamic feeding center. Hypothalamic feeding centerനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫീഡിങ് സെൻറ്റർ ഫുഡ് ഇൻടേക്കിനെ ഇൻക്രീസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫുഡ് ഇൻടേക്ക് സ്റ്റിമുലേറ്റ്സ് റിലീസ് ഓഫ് PYY അഥവാ പെപ്റ്റൈഡ് YY എന്ന് നമുക്ക് പറയാം. ആൻഡ് ഈ പെപ്റ്റൈഡ് YY ഹയർ ലെവലായിട്ട് കാണുന്നത്, ഹയർ ലെവൽ ഓഫ് പെപ്റ്റൈഡ് YY ഒബ്സർവ്ഡ് ആഫ്റ്റർ മീൽ. നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ പെപ്റ്റൈഡ് YY മെഷർ ചെയ്യുകയാണെങ്കിൽ ഹൈ ലെവൽ ഓഫ് പെപ്റ്റൈഡ് YY കാണാൻ പറ്റും വിത്ത് എ ഹൈ ഫാറ്റ് കണ്ടൻറ്റ്. അതായത് ഹയർ ലെവൽ ഓഫ് പെപ്റ്റൈഡ് YY ഒബ്സർവ്ഡ് ആഫ്റ്റർ മീൽ വിത്ത് എ ഹൈ ഫാറ്റ് കണ്ടൻറ്റ്. ദെൻ തേർഡ് വൺ ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ്. അത് ഷോർട്ടായിട്ട് നമുക്ക് GLP എന്ന് എഴുതാം. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഇൻസുലിൻ സെക്രീഷൻ ആൻഡ് ഇൻഹിബിറ്റ് ഗ്ലൂക്കഗോൺ സെക്രീഷൻ. അപ്പോൾ ഇൻസുലിൻ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഗ്ലൂക്കഗോൺ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ഈ ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഇറ്റ് ഈസ് എ സ്മോൾ പെപ്റ്റൈഡ് ഹോർമോൺ. The presence of food in the intestine stimulates the secretion of GLP. അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഫുഡ് പ്രസൻ്റ് ആയിരിക്കുമ്പോൾ GLPൻ്റെ സെക്രീഷന് സ്റ്റിമുലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളെ ഇൻറ്റസ്റ്റൈനിൽ ഫുഡ് പ്രസൻ്റ് ആയിരിക്കുമ്പോൾ സെവറൽ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹോർമോൺസ് റിലീസ് ചെയ്യും. ദാറ്റ് മേ ഇൻഡ്യൂസ് സെറ്റേറ്റി ആൻഡ് റെഡ്യൂസ് ഫർദർ ഇൻടേക്ക് ഓഫ് ഫുഡ്. Next, fourth one, ghrelin. It is a gastrointestinal hormone. It increases feeding. Level of ghrelin in the blood rise just before eating. അതായത് നമ്മൾ സ്റ്റൊമക്ക് എംപ്റ്റി ആയിരിക്കുന്ന സമയത്താണ് ഈ ഗ്രലിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ആ ടൈമിലാണ് ഗ്രലിൻ്റെ ലെവല് ഹയർ ലെവലായിട്ട് കാണുന്നത്. ദ ടൈമിംഗ് ഓഫ് ദിസ് റൈസസ് ബീങ് അഫക്റ്റഡ് ബൈ അവർ നോർമൽ മീൽ റൊട്ടീൻ. നമ്മളെ നോർമൽ ഫുഡ് റൊട്ടീനിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂറൽ കൺട്രോൾ ഓഫ് ഫുഡ് ഇൻടേക്ക്. അതിൽ ബ്രെയിനിൻ്റെ പാർട്സ് ഒരുപാട് നമ്മൾ പറഞ്ഞു, എസ്പെഷ്യലി ഹൈപ്പോതലാമസ്. നമ്മൾ പിന്നെ മെക്കാനിക്കൽ പ്രോസസ് ഓഫ് ഫീഡിങ് ഓഫ് ഹോർമോൺസ് ഇൻ ഫുഡ് ഇൻടേക്ക്, അങ്ങനെ കുറച്ച് ടോപ്പിക്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാരും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ അടുത്ത വീഡിയോയിൽ കാണാം.